ബഹുമാനികളായ ക്ലാസ് റൂമിലെ ശ്രോതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, കുവൈത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈലിയോടൊപ്പം ഒരു ബദർ കഥാപ്രസംഗം ക്ലാസ് റൂമിൽ നടത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇൻഷാ അല്ലാഹ് മറ്റുള്ള കഥാപ്രസംഗങ്ങളാൽ ഉപരി പരിശുദ്ധമായ റമദാന്റെ ഈ 17 ബദറിനെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ബഹുമാനപ്പെട്ട ജിദ്ദയിലെ കരീം ഫൈസിയും ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസിയോട് മുമ്പ് ബദർ കുറച്ച് പാടി വെച്ചിരുന്നു. അതിന്റെ കുറഞ്ഞ ഒരു ഭാഗത്തിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം ഞാനിവിടെ പറയും. ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസി പാടും. അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ചായിരുന്നു ഇന്നും മിനിഞ്ഞാന്നും ഇന്നലൊക്കെ ആയിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ഭയങ്കര ചർച്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ബദറിലേക്ക് പുറപ്പെടാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ബഹുമാനപ്പെട്ട റസൂൽ ഹിജ്റ പോയ സാഹചര്യം നമുക്കറിയാം. അവിടെ നിന്നൊക്കെ കട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പരിപാടി ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും മക്കയിൽ ഉപേക്ഷിച്ച സ്വത്തുക്കൾ മുഴുവനും അത് കൊള്ളയടിച്ച് അബൂജാഹിലും മുത്തുബത്തും ഷൈബത്തും വലീദും കിങ്കരന്മാരും 1000 ഒട്ടകങ്ങൾക്ക് എടുക്കാൻ മാത്രം സമ്പത്തുകളെ 70 ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് കെട്ടി അബൂ സുഫിയാനെ നേതാവാക്കി ഷാമിലേക്ക് പറഞ്ഞു വിട്ട സമയത്ത് മഹാനായ ജിബീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നമ്മളെ സ്വന്തം സമ്പത്തുമായി ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി നിങ്ങൾ ബദർ വഴിക്കാണ് അബൂ സുഫിയാൻ പോകുന്നത്, അത് തിരിച്ചു വാങ്ങണം എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും അങ്ങനെ പുറപ്പെട്ടു. അവരിൽ 313 ആളുകളാണ്. 8 ആൾക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അതിൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ അവരെ മാറ്റി നിർത്തി. ബാക്കി 77 മുഹാജിറുകളും 236 അൻസാരികളും അടങ്ങുന്ന സംഘം അള്ളാഹുവിന്റെ പ്രവാചകരോട് കൂടെ പോയി ബഹുമാനപ്പെട്ട റസൂലും സഹാബത്തും ഗഫറാനിൽ തമ്പടിച്ചു. ആ ഗഫറാനിൽ തമ്പടിച്ച സമയത്ത് ഈ തക്കം പാർത്തുകൊണ്ട് അബൂ സുഫിയാനും കൂട്ടരും ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് ചില മറ്റു കുറുക്കു വഴികളിലൂടെ അദ്ദേഹം മക്കയിൽ എത്തിച്ചേർന്നു. അതിന്റെ മുമ്പായി ലംലം എന്ന് പറയുന്ന തന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ 20 മിസ്കാൽ സ്വർണം കൂലിയായി കൊടുത്തുകൊണ്ട് മുഹമ്മദും അനുയായികളും നമ്മളെ ആക്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ വിവരം ചെന്ന് മക്കയിൽ ചെന്ന് അബൂജഹലിനോടും കൂട്ടരോടും പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയച്ചു. ലംലം 3 ദിവസങ്ങൾ യാത്ര ചെയ്തു. മക്കയിലെത്തിയ ഖുബൈസ് മലയുടെ മുകളിൽ കയറിയിട്ട് ഉറക്കെ ഈ വിഷയം വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോ അബൂജഹലിന് കൈതുള്ളി. അബൂജഹൽ തന്റെ അനുയായികളോട് പറഞ്ഞു, നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല, നമ്മളെ സ്വത്തും മുതലൊക്കെ പോയി, നമ്മുടെ ഭാര്യമാരും മക്കളും നമ്മളെ ഉമ്മമാരൊക്കെ ഭക്ഷിക്കേണ്ട സമ്പത്തുകളാണ് മുഹമ്മദ് അനുയായികളും കൊള്ളയടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്തിനു ജീവിക്കണം? ആണായ ഒരൊറ്റൊന്നും ഇനി ഇവിടെ മക്കയിൽ ഉണ്ടാകാൻ പാടില്ല, എല്ലാവരും പുറപ്പെട്ടോളണം എന്ന് പറഞ്ഞു. അബൂലഹബല്ലാത്ത മുഴുവൻ ആളുകളും പുറപ്പെട്ടു. അങ്ങനെ വഴിമധ്യേ അവർ തമ്പടിച്ചപ്പോ അബൂ സുഫിയാന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ പോണ്ട, ഞങ്ങൾ ഇവിടെ മക്കയിലേക്ക് എത്തിയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് പോണത് നമുക്ക് പന്തികേടാണ്. മുഹമ്മദിനെ അനുയായികളെയും വെറുതെ പോയിട്ട് ആക്രമിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളെ സ്വത്താണ് നമുക്ക് വലുത്, അത് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പോവണ്ട എന്ന് പറഞ്ഞത് അബൂജഹൽ കേട്ടില്ല. അവന് കിബറും കൂടി. അവൻ പറഞ്ഞു, മുന്നോട്ട് വെച്ച കാലിനി പിന്നോട്ട് വെക്കുന്ന പ്രശ്നമില്ലെന്ന്. ആ സമയം അബൂജഹലും കിങ്കരന്മാരും പുറപ്പെട്ടു. 1250 ആളുണ്ടായിരുന്നു അവർ പോകുമ്പോൾ. പക്ഷെ വഴിയിൽ വെച്ച് അഹ്നസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തും അദ്ദേഹത്തിന്റെ അനുയായികളായ 300 ആളുകളും അവിടെ നിന്ന് പിന്തിരിഞ്ഞു. ബാക്കി 950 ആളുകളാണ്. ഒട്ടകങ്ങളും അതുപോലെ ഭക്ഷണ സാധനങ്ങളും ആയുധങ്ങളും ഒക്കെ ഇഷ്ടംപോലെ അവരുടെ കൈകളിലുണ്ട്. അതുമായി അവർ ബദറിലേക്ക് പോകുന്നു. ഈ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗഫറാനിൽ തമ്പടിച്ച സമയത്ത് മഹാനായ മുഖറബുൽ അംലാക്ക് ജിബീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകനെ, നിങ്ങൾ ഓർഡർ കാത്തിരിക്കാൻ, അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല ഇഹ്ദത് ത്വായിഫത്തൈനി ഉങ്കൽക്കല്ല, രണ്ടാമതൊരു വഴി നിങ്ങൾക്ക് അല്ലാഹു തആല എളുപ്പമാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുമായി മുശാവറ ചെയ്തു. ആ മുശാവറ മഹാന്മാരായ സ്വഹാബത്തിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാക്കി. ആ സമയം അവസാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞു, മുതൽ നമുക്ക് വേണ്ട, നമ്മൾ പോകുന്ന ഉദ്ദേശം എന്താണോ റസൂൽ പറഞ്ഞാൽ മതി,
ഞങ്ങൾ പുറപ്പെടാൻ, ഞങ്ങൾ പോരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തയ്യാറായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും തീരുമാനത്തിലെത്തി. അവർ യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെട്ട അവര് വഴിമധ്യേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും തമ്പടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വഹാബത്തിനോട് അവർ പുറപ്പെട്ടാൽ അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ സന്തോഷ വാർത്ത അറിയിച്ചു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യരാൽ ഉണ്ടാക്കപ്പെട്ട ബദർ സീറ പാരായണത്തിൽ നിന്ന് ആ ഭാഗം മുതൽ നിങ്ങളെ കേൾപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട ഗായകൻ ശംസുദ്ദീൻ ഫൈലി നിങ്ങളുമായി ആ ഭാഗം പങ്കിടുന്നു. ശ്രദ്ധിച്ചാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹബാറടങ്കലില്ലഹ്ദവൻ തന്റെ മഹബൂബർ ബിണ്ടാനേ നമുക്ക് താനവൻ രണ്ടിനിൽ വദ ചെയ്തൊണ്ടീനെ ജയമാക്കും എന്താരേ. സഹബാറടങ്കലില്ലഹ്ദവൻ തന്റെ മഹബൂബർ ബിണ്ടാനേ നമുക്ക് താനവൻ രണ്ടിനിൽ വദ ചെയ്തൊണ്ടീനെ ജയമാക്കും എന്താനേ. പകയർ ഖുറൈശീനിൽ തലവറുകൾ വീണിടും തലമയ്യേതിർപ്പാനേ ഉമൈകൾ ഫൗറോടെ വേഗത്തിൽ സീറുവത്താനത്തിൽ ബാറോടെ നിപ്പാനേ. സഹബാറടങ്കലില്ലഹ്ദവൻ തന്റെ മഹബൂബർ ബിണ്ടാനേ നമുക്ക് താനവൻ രണ്ടിനിൽ വദ ചെയ്തൊണ്ടീനെ ജയമാക്കും എന്താനേ. സഹബാറടങ്കലിൽ അഹദവൻ തന്റെ മഹബൂബർ ബിണ്ടാനെ നമുക്ക് താനവൻ രണ്ടിനിൽ വായ്ദ ചെയ്തൊണ്ടിനെ ജയമാകും വേണ്ടാനെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബത്തെ, നമ്മൾ എന്തിനു ഭയപ്പെടണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷം നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ സന്തോഷത്തിലേക്ക് നമുക്ക് പോകാം. പകയർ ഖുറൈശിനിലെ തലവറുകളെ വീണ്ടിട്ടും തലമേയെ ദുർപ്പാനേ ഊമൈകൾ പൗറോടെ വേഗത്തിൽ സീറു അത്താനത്തിൽ ബാറോടെ നിപ്പാനേ. പകയർ ഖുറൈശിനിൽ തലവറുകൾ വീണിടും തലമയെ എതിർപ്പാന്. പകയന്മാരായ അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും വലീദും അടങ്ങുന്ന കിങ്കരന്മാർ അവർ വീണ് തലകൊഴിഞ്ഞു പോകുന്ന ആ ഭൂമിയെ പോലെ നമുക്ക് പെട്ടെന്ന് പുറപ്പെടാം. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ സഹായവും എല്ലാം നമുക്കാണ് സഹോദരങ്ങളെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ അവർക്ക് സന്തോഷപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അവിടുന്ന് ദഫ്രാൻ എന്നവർ യാത്രയായി അങ്ങനെ ദുബ്ബ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോ കൂടി ബദർവാദി കഖറബാം ദുബ്ബത്ത് കാനത്തി ശിന്ദാരോ ഈനുന്താൽ കൂടെ സിദ്ദീഖും നബിയും നേടിൽ കേറി നാടി നടന്താരോ. ദുബ്ബ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോ അവിടെ തമ്പടിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ദീഖേ, നമുക്ക് രണ്ടുപേർക്കും ഈ ഭാഗത്തുകൂടെ ഒന്ന് കറങ്ങി നോക്കാം എന്ന് പറഞ്ഞിട്ട് മഹാനായ റസൂലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഒരു കുതിരപ്പുറത്ത് ആ ഭൂമിയിലൂടെ ദുബ്ബ ഭാഗത്തുകൂടെ ഇങ്ങനെ കറങ്ങിയതാണ്. അപ്പോഴാണ് ഒരു അറബിക്കാരനായ സുഫിയാൻ ഒരു അറബിയെ അവിടെ നിന്ന് കണ്ടുമുട്ടിയത്. അയാൾ ചോദിച്ചു, ഉമൈമൻ, നിങ്ങൾ ആരാ? അപ്പൊ റസൂലുള്ള പറഞ്ഞു, പറവീനതുക്കുമൈ കേൾപ്പത് നീ ചൊല്ലി കൂറാം എന്നുറ്റാരോ. ഞങ്ങൾ ആരാണെന്ന് പറയണമെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം നീ പറയാം. അപ്പൊ അയാൾ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? അപ്പൊ റസൂലുള്ള ചോദിച്ചു, ഖുറൈശികളായ ആളുകളെ കുറിച്ചുള്ള വാർത്ത.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, എറിയൽ തലത്തിൽ മുഹമ്മദെ നാടി ഖുറൈശോർ ആണെന്താരോ, ഈ ഭാഗത്തു കൂടെ മുഹമ്മദിനെ തേടിയിട്ട് ഖുറൈശക്കാരായ ചില ആളുകൾ നടന്നിരുന്നു എന്ന്. മഹാനായ റസൂലുള്ളാഹിക്ക് അതാണ് കിട്ടേണ്ടത്, ഈ ഭാഗത്ത് ഖുറൈശികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നറിയാൻ. അപ്പൊ റസൂലുള്ള അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, ഞങ്ങള് മാഇൽ എന്നുള്ളവരാണ്. മാഇൽ എന്ന സ്ഥലം ഇറാഖിലെ മാ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതാണെന്നാണ് സുഫിയാൻ അറബി കരുതിയത്. അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിച്ചത് പ്രിയപ്പെട്ടവരെ മനിയായിരുന്നു. തീർച്ചയായിട്ടും മഹാനായ സുദ്ദീഖിനെയും കൂട്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു വന്നിട്ട് മഹാനായ സുബൈർ അള്ളാഹുവിനെയും സാഹിദ് അള്ളാഹുവിനോടും മഹാനായ അലിപുരി റളിയല്ലാഹുവിനോടും പറഞ്ഞു, നിങ്ങളൊന്ന് കറങ്ങി നോക്ക്, ഇനി വല്ല എന്തെങ്കിലും കിട്ടാണ്ടോ ഒന്ന് പോയി നോക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവരങ്ങനെ നടന്ന് ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് ഒരു 2 ബടുവന്മാർ അടിമകൾ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം മുക്കി കോരുന്ന രംഗം അവർ കണ്ടത്. ആ സമയം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു പെട്ടെന്ന് ചെന്നിട്ട് ആ 2 ബടുവന്മാരെ അങ്ങോട്ട് പിടിച്ചിട്ട് അവരെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലായിരുന്നു. ആ സമയം മഹാനായ അലി റളിയല്ലാഹു അൻഹു അവരെ ചോദ്യം ചെയ്തപ്പോ അവര് പറഞ്ഞു, ഞങ്ങള് നൊടുവിൻ ഉമ്മൈ ആരണ്ടുടനെ ഖുറൈശികൾക്കിടയിൽ ജലം മുക്കുന്നവர்களാണ്. നിങ്ങൾ ആരാണെന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, ഞങ്ങള് ഖുറൈശികൾക്കിടയിൽ വെള്ളം കോരുന്നവരാണ് എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിച്ചു. അലി റളിയല്ലാഹു അൻഹു അവരെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയപ്പോഴേക്കും അള്ളാഹുവിന്റെ പ്രവാചകർ പെട്ടെന്ന് സലാം കിട്ടിയിട്ട് പറഞ്ഞു, അടിക്കരുത് അലിയെ, അവർ പറയുന്നത് സത്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ ആ 2 ബടുവന്മാരെയും അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾ ഭയക്കണ്ട, ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ സത്യസന്ധമായി ഉത്തരം തന്നാൽ മതി. അള്ളാഹുവിന്റെ പ്രവാചകർ ചോദിച്ചു, എവിടെയുണ്ട് ഇപ്പൊ ഖുറൈശികൾ? അപ്പൊ അവര് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അവരിതാ ഈ കുന്നിന്റെ നേരെ അപ്പുറത്തുണ്ട്, ഈ കുന്നിന്റെ നേരെ അപ്പുറത്ത് അവർ തമ്പടിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ ചോദിച്ചു, അവരെത്ര ആളുണ്ട്? അപ്പം ബടുവന്മാർ പറഞ്ഞു, അതിലാ കാലമു പെരുത്തുണ്ടാവും, കുറെ ആളുണ്ട് നബിയെ, കുറെ ഉണ്ട്, എത്ര ഉണ്ടെന്നുള്ള എണ്ണമൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകർ എണ്ണം കിട്ടാൻ വേണ്ടി അവരോട് ചോദിച്ച വേറൊരു ചോദ്യം, അരശർ നബി നാളിൽ കടിച്ചു ചോദിച്ചു, എത്ര ഒട്ടകത്തിന് ഒരു ദിവസം അറക്കും? അപ്പൊ അവര് പറഞ്ഞു, നബിയെ അശയോഗ്യം ഒരു 10 നടത്താൻ എന്നാൽ 1000 ഇല്ല, 900 അല്ലതാണ്. 1000ത്തിന്റെയും 900ത്തിന്റെയും ഇടയിലാണ് അവരുടെ സംഖ്യ. റസൂൽ കൂട്ടി സഹാബത്തിനോട് പറഞ്ഞു, കാരണം ഒരു ഒട്ടകം 100 ആക്കി തിന്ന 1000 ആളുണ്ടെങ്കിൽ എന്നും 10 നടക്കണം. 1000 ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ദിവസം 10 അറുത്താൽ പിറ്റേന്ന് 9 അറക്കണത്. എന്നാൽ 900 ആണെങ്കിൽ എന്നും 9 അറുത്താൽ മതി, അപ്പൊ 900 അല്ലതാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം 10 അറുത്താൽ പിറ്റേന്ന് 9 അറക്കണത്. അപ്പൊ 900ത്തിന്റെയും 1000ത്തിന്റെയും ഇടയിൽ 950 ആളുകൾ ഖുറൈശികളുണ്ട് എന്ന് അവര് ഭക്ഷിക്കുന്ന ഒട്ടകത്തിന്റെ എണ്ണം കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ കണക്ക് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ആ ബടുവന്മാരോട് അള്ളാഹുവിന്റെ പ്രവാചകർ പിന്നെ ചോദിച്ചു, ആരൊക്കെയുണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ? അവരുടെ കൂട്ടത്തിൽ വലിയ വലിയ നേതാക്കൾ ആരൊക്കെയുണ്ട്? അപ്പൊ ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ബടുവന്മാർ ഇങ്ങനെ പറഞ്ഞു, കിട്ടിയോ? കിട്ടിയോ? ഒന്നല്ല, ഞാൻ കേട്ടില്ല. പിന്നെ നിങ്ങളെ ബൈക്ക് വരികയാണല്ലോ? ഇല്ലല്ലോ.
ഒന്നോ? من إخراج അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ എന്താപ്പത് വല്ലാത്തൊരു അസ്സലാമു അലൈക്കും. ഇവിടെ മൈക്കിന് ബൈലക്സ് മൊത്തം പ്രശ്നമായതുകൊണ്ട് ഞങ്ങളൊക്കെ DC ആയി ഇപ്പൊ വന്നതാ. അപ്പൊ എന്നാല് പാടല്ലേ ഷെയ്ഖേ? രണ്ടും നബിയുള്ള ബിണ്ട് തീഹാമിന്ന് ഇഖ്റാജായുള്ളോരിൽ അഹ്വാഫത്തെ ശുജൈകൾ ഏതെല്ലാം ഉണ്ട് ഹക്കോദിടൂവീൻ കേടൻ ജഹൽ താമും കുണ്ടന്നൂമൈറും പിൻ കിബ്രന ഇതുപടി കെമക്കാരായുള്ള നമക്കാരും അമരഫാമിൽ പെറ്റ റമദാൻ 17 അരിമക്കേളം വെള്ളി ഇരവില്ലീശ സമയമിൽ അത്താനത്തേത്തി അടിത്തോർ ഹൈമാ ഹുമൈറത്ത് ബാത്തും ഫമിയും വീഴ് ചുണ്ടാൽ കുറി സഹാബാരിൽ ഈറച്ചോരർ കുറശികൾ കുനോടെ വീണിടും താനം ഹാദാ അമൃതത്തനീ മോളി സമൃദ്ധപ്പാറകയും അങ്കാര കൈ തന്റെ അങ്കുലത്താൽ ഭുവനിയിൽ അട്ടിമോടി തുന്നി കാട്ടിനാരേ എണ്ടും നബിയുള്ള ബിണ്ട് തീഹാമിൻ ഇഖ്റാജായുള്ള അള്ളാഹുവിന്റെ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവരെ കൂട്ടത്തിലുള്ള ശുജായികൾ ആരൊക്കെയാണ് എന്നുകൂടി നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അപ്പൊ വടുവന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ നബിയെ കെണ്ടൻ ജഹൽത്താമും ഇനി പോയാ ഇതിങ്ങനെ പോയ സഹോദരന്മാരെ, നമ്മൾ പാടിന കേട്ടീനാ? പാട്ട് കേട്ടോ? അന്നീ കഥ പറയട്ടെ. സഹോദരങ്ങളെ, ഇടയ്ക്ക് കട്ടായി പോകുന്ന പ്രശ്നമുണ്ട്. ഇൻഷാ അല്ലാഹ് മഹാനായ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈലി
വടുവന്മാരെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകരോട് വടുവന്മാരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരെല്ലാമാണ് ശുജായികൾ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നബിയെ, കണ്ടൻ ജഹൽതാമും കുണ്ടൻ ഉമൈറും പിൻ കിബ്രനാം ജാബിറും അബുൽ ഉസൈറും ഇതുപടി കേമക്കാരായുള്ള നമക്കാര്. കണ്ടൻ ജഹൽ അബൂജഹൽ ഉണ്ട്, പിന്നെ കുണ്ടനായ ഉമൈറുണ്ട്, ഖിബറിനായ ജാബിറുണ്ട്, അബുൽ ഉസൈറുണ്ട്. ഇങ്ങനെ കേമക്കാരായ ഒരുപാട് നാമമുള്ളവർ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു. അവരെല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങേ എതിർക്കാൻ വേണ്ടി അവരവിടെ തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേട്ടു. അവരോട് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞു. ആ ബടുവന്മാരെ റസൂൽ വെറുതെ വിട്ടു. അവിടെ നിന്ന് തമ്പടിച്ച് അള്ളാഹുവിന്റെ പ്രവാചകരും സ്വഹാബത്തും പിന്നെ ബദറിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ബദറിൽ എത്തിച്ചേർന്നു. എന്നറിയോ, അമരഫാദിൽ പെറ്റ റമളാൻ പാതീനേഴും അരിമക്കീലം വെള്ളി ഇരവീലീശ സമയമിൽ അത്താനത്തി അടിത്താർ ഹൈമ. പരിശുദ്ധമായ റമളാന്റെ 17 രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രി അവര് വെള്ളിയാഴ്ച തലേന്ന് അവിടെ എത്തിച്ചേർന്നു. അവര് വലിയ ക്ഷീണിതരായിരുന്നു. ക്ഷീണിതരായ സ്വഹാബത്ത് അവർ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ നിന്ന് അവർ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ സമയത്ത് പല സ്വഹാബത്തിനും ജനാബത്തുണ്ടായി. ഒളുവുണ്ടാക്കാൻ വെള്ളമില്ലാതായി, കുളിക്കാൻ വെള്ളമില്ലാതായി. വെള്ളം മുഴുവനും അബൂജഹലിന്റെ ഭാഗത്ത് അവർ ടാങ്ക് കെട്ടി റെഡിയാക്കി വച്ചിട്ടിരുന്നു. ഇത് മുതലെടുത്തുകൊണ്ടാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി സ്വഹാബത്തിന്റെ അടുക്കൽ വന്ന് അവരെ വല്ലാതെ വിഷമിപ്പിച്ചത്. അവരോട് പലതും ചോദിച്ചു. ആ ഭാഗങ്ങളൊക്കെ ഒരുപാട് നീണ്ട ചരിത്രമായതുകൊണ്ട് കട്ട് ചെയ്യുകയാണ്. നിങ്ങൾ മുഹമ്മദിന്റെ ആളുകളാണല്ലോ, വലിയ പോലീശാക്കപ്പെട്ട ആളുകളാണല്ലോ. നിങ്ങൾ മുഹമ്മദ് വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്തും നടക്കുന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ നിങ്ങൾ കുളിച്ചോ, ഒളിവുണ്ടാക്കിയോ, സുബഹിസ്കരിച്ചോ, നിങ്ങളെ കൊണ്ടത് കഴിയോ? ഇനി നിങ്ങൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ നിങ്ങൾ അബൂജഹലിന്റെ ഭാഗത്തേക്ക് പോണ്ടേ, അബൂജഹലിന്റെ അടുത്തല്ലേ വെള്ളമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പരിഹസിച്ചു. വളരെ വിഷമിച്ചു സ്വഹാബത്ത്. മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ഈ വിഷമം തീർക്കാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ 2 കൈയും ഉയർത്തി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി ബദറിൽ മുഴുക്ക മഴ പെയ്തു. ഇടിപൊട്ടി മിന്നേറി മഴ പെയ്തു. നല്ല സുഖസുന്ദരമായി അവർ കുളിച്ചു, തോൽപാത്രത്തിൽ വെള്ളം നിറച്ചു, റാഹത്തായി കുടിച്ചു. അവർക്കെല്ലാ സൗകര്യങ്ങൾക്കും ആ മഴ അവർക്ക് തണലായി മാറി. പക്ഷേ ഈ സമയത്ത് ഖുറൈശിയുടെ ഭാഗത്തൊക്കെ വളരെ ചർച്ച നടന്നുകൊണ്ടിരിക്കാം. ബഹുമാനപ്പെട്ട ഹക്കീം ബിൻ ഹിസാം എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവിയുടെ ആങ്ങളയുടെ മകൻ ഹക്കീം ബിൻ ഹിസാം ഉത്ബത്തിനോട് വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖേ, നിങ്ങൾ ഈ കൂട്ടത്തിൽ ഒരു ഷെയ്ഖാണ്, ഞങ്ങളെ നേതാവാണ്. അബൂജഹൽ കിബിർ കൊണ്ട് നേതാവായ ആളാ. പക്ഷേ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ സമയത്ത് നമ്മൾ എന്തിനു മുഹമ്മദിനെ എതിർക്കണം? എന്തെങ്കിലും കാരണമുണ്ടോ മുഹമ്മദുമായി എതിർക്കാൻ? നമ്മൾ മക്കത്തുനിന്ന് പോകുന്നത് എന്തിനാ? നമ്മളെ സ്വത്തുക്കൾ അവർ പിടിച്ച് അടക്കുമോ എന്ന് അബൂ സുഫിയാൻ ഒരു ദൂതനെ അയച്ച ആ റിപ്പോർട്ട് അനുസരിച്ചാണ് പോകുന്നത്. ആ ദൂതനാണെങ്കിലോ തിരിച്ച് നമ്മോട് വന്നിട്ട് മറ്റൊരു ദൂതൻ പറഞ്ഞു ചെയ്തു, നമ്മളെ സ്വത്തൊക്കെ നമുക്ക് സന്തോഷകരമായി കിട്ടിയിട്ടുണ്ട്, റാഹത്തായിട്ടുണ്ട്, എല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ അതും കേൾക്കാതെ നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇനി ഞാൻ ചോദിക്കട്ടെ ഷേഖേ, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു ഇത്തിഫാക്ക് ചെയ്തൂടെ? നമുക്ക് എന്തിനാ വെറുതെ അവരുമായി വെറുതെ കലഹത്തിന് പോകുന്നത്? നിങ്ങൾ ചെന്ന് സംസാരിച്ചാൽ അബൂജഹൽ കേൾക്കൂലേ? അപ്പോ ഉത്ബത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്നറിയില്ല, ഏതായാലും നമുക്ക് സംസാരിച്ചു നോക്കാം. ഞാൻ പോയി സംസാരിച്ച് കഴിഞ്ഞിട്ട് പ്രശ്നം തീർന്നില്ലെങ്കിൽ ഹക്കീമെ നീയും കൂടി വരണമെന്നാണ്. അങ്ങനെ ഉത്ബത്ത് പോയി സംസാരിച്ചു. സംസാരിച്ച ദിവസം കൂടി അബൂജഹൽ ചൂടായി. അപ്പൊ ഹക്കീം ഇടപെട്ടു. ഹക്കീം ചെന്നിട്ട് പറഞ്ഞു, ഷേഖേ, ഉത്ബത്ത് പറഞ്ഞത് എത്ര സത്യ. നമ്മൾ ഒരു കാരണമില്ലാതെ ഒരു മനുഷ്യനുമായി ഇങ്ങനെ പലപൊരുതണോ? നമ്മളിപ്പോ തിരിച്ചു പോയാൽ നമ്മളെ സ്വത്തൊക്കെ നമുക്ക് തിരിച്ചു കിട്ടൂലേ? വെറുതെ നമ്മളെ കുടുംബങ്ങൾക്ക് നമ്മൾ വാപ്പല്ലാതായി പോണോ, മക്കൾക്ക് വാപ്പല്ലാതായി പോണോ എന്നൊക്കെ അവരോട് ചോദിച്ചപ്പോ ഇത് കേട്ടതോടുകൂടി അബൂജഹലിന് ദേഷ്യം പിടിച്ചു. അബൂജഹൽ തന്റെ വാളുകെട്ട് ഉയർത്തി രണ്ടാൾക്കു നേരെ ഉത്ബത്തിനും പിന്നെ അതുപോലെ തന്നെ ഹക്കീമിനും നേരെ വാളുയർത്തിക്കൊണ്ട് അവൻ അവരോടായി ദേഷ്യം പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു,
കേറിക്കേമ കോടതം മുകളിൽ ഹേമപ്പിടിവാൽ ഹസ്തമിളണവാൽ കിരികിട മകുട തലമുടി നീർത്തി തല കുടൈവാനേ വലബിലെ കിരികിട ഫർസൈ സൈഫ് പരത്തി തിരുളറുബായേ കേറിക്കേമ കോടതൻ മുകളിൽ ഹേമപ്പിടിവാൾ ഹസ്തമിളണവാൽ കിരികിട മകുട തലമുടി നീർത്തി തല കുടൈവാനേ വലബിലെ കിരികിട ഫർസൈ സൈഫ് പരത്തി തിരുളറുബായേ ഇറക്കോപത്തോടെ ജുനൂദിട ചടിത്തോടി തപ്പടി ക്ഷണമിൽ ഇടചുമടച്ചൊടി കിടുകിട നത്തടം പൊടി ഉച്ചർവായേ തകൃതിയിൽ ഇവരികളൊത്തുമും രാജബിരുത്തരെ മുമ്പണവായി. അവൻ ദേഷ്യം പിടിച്ചു. അങ്ങനെ കേറി കേമ കോടതൻ മുകളിൽ ഹേമ പിടിപാൽ ഹസ്തമിലണവായി. അവൻ കുതിരപ്പുറത്തും കണ്ട് ചാടിക്കേറി അവന്റെ വാള കൂടി വലിച്ചു ഓങ്ങി അവന്റെ മുടിയൊക്കെ കെട്ടയച്ച് അവൻ കാകക്കാരൻ തല ഒന്ന് പിടിച്ച് കുലുക്കി അവന്റെ കിരീടൊക്കെ എടുത്ത് വലിച്ചിട്ടിട്ട് വാളുകൊണ്ടൊരു അടിയൊക്കെ ഭൂമിയിൽ അടിച്ചിട്ട് അവനിങ്ങനെ കുതിരപ്പുറത്ത് 4 കറക്കൊക്കെ കറങ്ങിയിട്ട് ഇവരോട് വന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, തകൃതിയിൽ ഇവർക്ക് റജബെടുത്തുവരെ മുമ്പണവായ. നേരത്തെ പറഞ്ഞ ഹക്കീമിന്റെയും ഉത്തുബത്തിന്റെയും അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കുറിച്ചേവത്തോടെ ഹക്കീമിലും പാടിത്തീരുട്ടോനുത്തുബത്തിലും കുറുക വൈക്ഷണം ഇടയിതിനിപ്പൊതു ഉമവിടുവീരെ യമൈമതി കുല ഉടൽക്കെത്തിടും ഭരണമൈ വിട്ടിട് ക്ഷണമുളൈ വീരേ. ഇപ്പൊ ഇവിടുന്ന് പോണം, നിങ്ങൾ രണ്ടുപേരും ഇത് ഞങ്ങളെ കൂട്ടത്തിൽ വേണ്ട, ഞങ്ങൾ മതി ഈ മുഹമ്മദിനോടും അനുയായികളോടും പോരാടാൻ. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചില നസബക്കാർ തറവാടുകാർ ഈ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളൊന്നും ചെയ്യാത്തത്. അതുകൊണ്ട് വേഗം ഇവിടുന്ന് സ്ഥലം വിടണം എന്ന് അബൂജഹൽ ഉത്തുബത്തിനോടും അതേപോലെ ഹക്കീമിനോടും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ ദ്വയവരും ഒത്തുടൻ അധികിനാൽ ഒപ്പരും വെനുമുഖ വീരെ രണ്ടാളും ആ സമയത്ത് അവിടുന്ന് നടത്താൻ തുടങ്ങി. ഇത് കണ്ടപ്പോ അബൂജഹലിന് തോന്നി ഈ പോക്ക് ശരിയല്ല. അവർ പോയാൽ ഉത്തുബത്തിന്റെ മകൻ ഈ കൂട്ടത്തിലുണ്ട്, സഹോദരനുണ്ട്, അവരെ കുടുംബങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളെ കൂടുതൽ നേതാവുമാണ്. അപ്പൊ ഉത്തുബത്ത് പോയാൽ നഷ്ട, ഹക്കീം പോയാലും നഷ്ടാണ്. അതുകൊണ്ട് അവരൊന്നുകൂടി സോപ്പിട്ടിട്ട് തിരിച്ചു വിളിക്കാം എന്ന് കരുതി അബൂജഹൽ പിന്നെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞൊന്നല്ല, നിങ്ങൾ ദേഷ്യം പിടിക്കാൻ വേണ്ടി ചെയ്തൊന്നല്ല, നിങ്ങൾ അങ്ങനെ പറയരുത്, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഇവിടുന്ന് പോകാൻ പാടുള്ളൂ, നിങ്ങൾ തിരിച്ചു വാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും തിരിച്ചു വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് അബൂജഹലും അവന്റെ കിങ്കരന്മാർ ഒരുങ്ങിക്കഴിഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രംഗങ്ങളൊക്കെ കണ്ടപ്പോ മഹാന്മാരായ സ്വഹാബത്തിനോട് വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്റെ കുടുംബക്കാർ എതിർക്കൂട്ടത്തിലുണ്ട്, ഹാഷിമി ബനികൾ, ഹാഷിമീങ്ങളായ ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അവരെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. നിരണമേ പൊരുത്തമേ അരണമേ പറ്റിടുക അവർകൾ നിങ്ങൾ, അവരെ ഉള്ളിലൊന്നും പറ്റാത്ത രീതിയിൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം അള്ളാഹുവിന്റെ പ്രവാചകർക്കറിയാം അവരൊക്കെ പിന്നീട് ഇങ്ങോട്ട് വരാനുള്ളവരാ. അങ്ങനത്തെ ഒരു ഉദ്ദേശിച്ചുകൊണ്ടാണ് റസൂലുള്ള ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ പ്രവാചകരും സഹാബത്തും ഒരു ഭാഗത്ത് അവർ റെഡിയായി നിൽക്കാൻ ഒരുക്കുമ്പോഴാണ് ഇപ്പുറത്തുനിന്ന് തകൃതിയായി മദ്ദളങ്ങളും നുടികളും ദഫുകളും എടുത്തിട്ട് ഭയങ്കര കോലാഹലങ്ങളുടെ ശബ്ദക്കൂട്ടങ്ങൾ മഹാനായ പ്രവാചകർക്കും സഹാബത്തിനും കേൾക്കാൻ കഴിഞ്ഞത്. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. തുടരെ മദ്ദളവും മുരശോട് മറുവ ഒറ്റകളും ബജയോട് ദുടികൾ ദഫുകളും കഴിമണി ധ്വനികൾ താശികളാൽ കൊടുമ പൂലകൾ ഫൂല ചൂലകൾ കൊമ്പ് ചങ്കുകളാൽ തികൃതികൾ കോള് താളമെ ഓടിച്ചാടിയും സ്വഫ് നീപ്പുകളാൽ തുടരെ മദ്ദളവും മുരശോട് മറുവ ഒറ്റകളും ബജയോട് ദുടികൾ ദഫുകളും
കഴിമണി ധ്വനികൾ താശികളാൽ പടുവ കിടുകിട നെടിയ നെടിൽകളും ചൊടിയ മുതുകിട ചമയം സമനെടു കടവ ഇടയിട ചിലർകൾ കയറിയും ഇടയിൽ നട പുനവെ വരി വരി വരികൾ നിൽക്കുവതായും ഇടയിൽ നിൽക്കുവതായും വരുവറൊക്കുവതായും അണികളിപ്പടിതായം ബീരിതപ്പോരർ ശുചൈകളായുധ പൊതുവേ അണിയവ വേളുമത്തീരർ കൊടുമയർ ബാൾക്കണക്കാരർ തുടരെ മദ്ദളവും മുരശൊട് മറുവ ഒറ്റകളും ബജയൊട് തുടികൾ ദഫുകളും കഴിമണി ധ്വനികൾ താശികളാൽ. ഇതൊക്കെ അവരെ കയ്യിലുള്ള ആയുധങ്ങളാണ് ഈ പറഞ്ഞത് മുഴുവനും. 18ഓളം ആയുധങ്ങളും പിന്നെ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ദഫുകള്, ചെണ്ടകള്, വീണകള്, കൊയലുകള്, അങ്ങനെ പല ശബ്ദങ്ങളും ഉണ്ടാക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. ചേലുരിത്തിരി തത്തിരിത്തിരി ദിരിവിളി കുശലാൽ പെരുവിളി ചെണ്ടടണ്ടട ഒറ്റടുണ്ടുടു ഡുണ്ടുമുട്ടുകളാൽ ചേലുരിത്തിരി തത്തിരിത്തിരി ആ ശബ്ദം ഉണ്ടാക്കുന്ന സാധനം അവരുടെ കയ്യിലുണ്ടെന്നാ. ചെണ്ടടണ്ടട ഒറ്റ ഡുംഡുടു ചെണ്ടയുടെ ശബ്ദം ഉണ്ടാക്കുന്ന ധും ധും എന്ന ശബ്ദം ഉണ്ടാക്കുന്നതും അവരുടെ കയ്യിലുണ്ട്. ഇടയിൽ കൈമണി കിണിലി കിണിലി കിളി കിണിലി കിളി കിളി എന്ന ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. തുടരെ കിന്നാരം ചെലക്ക ചെല 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 എന്ന ശബ്ദമുണ്ടാക്കുന്നതുണ്ട് അവരുടെ കയ്യിൽ. ദുടികൾ ഭംബലു ഭംബൽ ഭംബലു ഭംബൽ ഭംബലു ആ ശബ്ദമുണ്ടാക്കുന്നത് അവരുടെ കയ്യിലുണ്ട്. ദഫ് ദൽ ജിലി ദൽ ദിൽ ദിൽ ദിലി ആ ശബ്ദമുണ്ടാക്കുന്നത് അവരുടെ കയ്യിലുണ്ട്. മഹാനായ മോയിൻകുട്ടി വൈദ്യർ പറയാണ് ഇങ്ങനെ വികൃത എത്തീര ബണ്ണം തിമൃതം ഇത്തീര എണ്ണം തകൃതി ഉത്തീര കണ്ണം ബകരുക്കി അങ്ങനെ തുടങ്ങി ഒരുപാട് ആയുധങ്ങളും അതുപോലെ സാധന സാമഗ്രികളുമായി അവർ കോലാഹലങ്ങൾ ആരംഭിച്ചു. പ്രിയപ്പെട്ട ഈ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് സഫാക്കി ഉറപ്പിപ്പാനരുൾ കേട്ട് സ്വഹാബാക്കൾ നിലക്കൈ ഉഷർമയിൽ കൊടികളും മണികളിൽ പിടിക്കൈ അവരോട് അണിയായി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. പതാക അവർ പിടിച്ചു, അവർ സഫായി നിന്നു. ആ സഫിനിടയിൽ അള്ളാഹുവിന്റെ പ്രവാചകർ പരിശോധന നടത്തി. സവാദ് റളിയല്ലാഹു അൻഹു തന്റെ ഉദ്ദേശം സാക്ഷാത്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ ആ കയ്യിൽ നിന്ന് അടി വാങ്ങി റസൂലുള്ള വയറ്റത്തടിച്ചു. ആ സവാദ് അതിന് പകരം ചോദിക്കാൻ തീരുമാനിച്ചു. ആ സംഭവങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുപാട് കേട്ടതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊക്കെ പോരുകയാണ്. അങ്ങനെ സവാദുള്ളാഹിക്ക് വേണ്ടി അവസാന റസൂലുള്ള പ്രാർത്ഥിച്ചു. ഈ സമയത്ത് അബൂജഹൽ ഇങ്ങനെ അവന്റെ ടാങ്കൊക്കെ ഒന്ന് പോയി നോക്കിയതാ. അപ്പൊ ഇത് കലങ്ങി ചാറ് പാറായി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ രംഗം കണ്ടപ്പോ അബൂജഹലിന് വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അബൂജഹൽ പറഞ്ഞു, മുഹമ്മദിന്റെ സിഹർ വലിച്ചിട്ടുണ്ട്. ഇപ്പൊ പെയ്ത മഴ അവന്റെ സിഹർ കൊണ്ട് പെയ്തതാ. അവിടെ നിന്നുള്ള എല്ലാ ചണ്ടും ചരക്കും ഒട്ടകത്തിന്റെ കാഷ്ടങ്ങളൊക്കെ വന്ന് നമ്മുടെ ടാങ്കിൽ വലിച്ചിട്ടുണ്ട്. കലങ്ങി ചാറായിട്ടുണ്ട്. അതുകൊണ്ട് ശുദ്ധമായ ജലം ഇപ്പൊ അവൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അവന് സെപ്പറേറ്റ് ഒരു ടാങ്കും അവന്റെ ആളുകൾ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പൊളിക്കണം. ആ ടാങ്ക് ആര് പോകും എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഹക്കീം ഇബ്നു ഹുസാം അവിടെ നിന്ന് ഒരു ചുവന്ന ഒട്ടകപ്പുറത്ത് വന്നത്. ആ ഹക്കീം ഇബ്നു ഹുസാം ടാങ്ക് പൊളിക്കാനും വെള്ളം കുടിക്കാനും വരുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകരോട് സഹാബത്ത് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, ഹക്കീമാണോ? ഹക്കീമാണെങ്കിൽ വന്നോട്ടെ, വെള്ളം കുടിച്ച് തിരിച്ചു പോയിക്കോട്ടെ. മഹാന്മാരായ ചരിത്രകാരന്മാർ പറയുന്നു, ഹക്കീമിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഞാനത് സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം ഹബശയിൽ റസൂലുള്ള കൂടിയ കാലഘട്ടത്തിൽ പച്ച ഇല കുത്തിപ്പിഞ്ഞ് നീരാക്കി അതിന്റെ നീര് കുടിച്ച് ചണ്ടി തിന്ന് കൂടിയ ഒരു സമയമുണ്ടായിരുന്നു ഇവരെ ഉപരോധം കാരണം. ആ കാലഘട്ടത്തിൽ ഹക്കീമായിരുന്നു ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നത്. ഒരിക്കൽ അബൂജഹൽ ആ ഭക്ഷണത്തലിക പിടിക്കുകയും അത് എറിയുകയും ഹക്കീമിനെ തല്ലാൻ ഓങ്ങുകയും ചെയ്തു. ആ സംഭവം അള്ളാഹുവിന്റെ പ്രവാചകർക്കറിയാം. ഈ സമയത്ത് ഹക്കീം വരുന്നത് വെള്ളം കുടിക്കാൻ വന്നപ്പോ അന്നത്തെ ആ ചെയ്ത ഉപകാരം പ്രവാചകർ ഓർക്കുകയും സഹാബത്തിനോട് പറഞ്ഞു, ഹക്കീമാണെങ്കിൽ വന്നോട്ടെ, വെള്ളം കുടിച്ച് തിരിച്ചു പോയിക്കോട്ടെ. ഈ വാക്ക് ഹക്കീം കേട്ടു. ടാങ്കിന്റെ അടുക്കലേക്ക് പോകാതെ അപ്പുറത്തുകൂടെ കറങ്ങി നേരെ ഹക്കീം തിരിച്ചു പോന്നു. ഇത് കണ്ടപ്പോ അബൂജഹൽ ദേഷ്യം പിടിച്ചു. ആര് പോകും? ഹക്കീം പേടിക്കൊണ്ടനാ. അപ്പോഴാണ് അസ്വദ് എന്ന് പറയുന്ന
ഒരു പടുകൂറ്റൻ സാധനം അടർക്കളത്തിലിറങ്ങി റസൂലുള്ളാഹിനെയും സഹാബത്തിനെയും വെല്ലുവിളിക്കുകയും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവൻ നേരെ വന്ന് ടാങ്കിന്റെ അടുക്കിലേക്ക് വന്നപ്പോ മഹാനായ ഹംസത്തുൽ ഖർറ റളിയല്ലാഹു അൻഹു ചാടുകയും അവനുമായി പടപൊരുതുകയും അവിടെ വെച്ച് നിശേഷം അവനെ തകർക്കുകയും ചെയ്തു. ഇതിനുശേഷം അവർ 3 പേരെ പറഞ്ഞയച്ചു, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്. ഈ ഉത്ബത്തിനെയും ഷൈബത്തിനെയും വലീദിനെയും എതിർക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകർ 3 അൻസാരികളായ മദീനക്കാരായ പുലിക്കുട്ടികളെ പറഞ്ഞയച്ചത്. അവർ നേരെ ചെന്ന് ഈറ്റ പുലികളെ പോലെ ആ ഖുറൈശികളായ ആളുകളെ മുമ്പിൽ നിന്നപ്പോ അവർ ചോദിച്ചു, നിങ്ങളാരാ? അപ്പൊ ഞങ്ങൾ അൻസാരിക്കാരാണോ? എന്നാ പിന്നെന്തിനാ നിങ്ങളെ കൂടെ? നിങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, കാരണം ഞങ്ങളും നിങ്ങളുമായി ഒരു ബന്ധമില്ലല്ലോ. ബരീകൊള്ളവേ ഉങ്കൾ ഉടലുയരുകൾ കൊണ്ടും വരാതെ ഇപ്പോൾ വേഗം മടങ്ങിക്കൊള്ളുവിൻ. നമ്മതിൽ വളർത്തരിത്തിനാൽ ഒരു വിധത്തിലും കുഫുവതൊത്തിടനീർ. നിങ്ങൾ തിരിച്ചു പോണം, ഞങ്ങളും നിങ്ങളുമായി ഒരു നിലക്കും കുഫുവക്കൂല. ഞങ്ങൾക്ക് വേണ്ടത് നിറന്തേമക്കം തന്നിന്നമൈ കൂട്ടേരാം. മുന്നേ നബിയണ്ടുറ്റേ അഹമ്മദ് അവന്റെ ഒപ്പം. ഈമാൻ നിലവുരത്തതാൽ അവിടെ വെത്തിട് പുരകരത്തിടലായി. ഞങ്ങൾക്ക് ആവശ്യം നിറന്തേ മക്കം തന്നിന്നമൈ കൂട്ടരാം. മക്കയിൽ ജനിച്ച ഞങ്ങളെ കൂട്ടക്കാരില്ലേ, ഞങ്ങളെ കുടുംബമാർ അവിടെ ഇല്ലേ, മുഹമ്മദിന്റെ കൂടെ ഈമാൻ വിശ്വസിച്ച ആളുകളില്ലേ, ഞങ്ങളെ പേടിച്ച് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നവരില്ലേ, അവര് വരട്ടെ. എന്തിനാ ഞങ്ങൾ കാണുക പോലും പരിചയം പോലില്ലാത്ത നിങ്ങളുമായി ഞങ്ങൾ എന്തിനു യുദ്ധം ചെയ്യണം? അതുകൊണ്ട് തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആ 3 അൻസാരികളായ പുലിക്കുട്ടികൾ അറന്തസ് പോൽ അൻസാരികൾ സലാസും അപ്പോൾ അണികൊള്ളവേ റജഉടൻ കാഫിറുകൾ. അറന്തസ് പോൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ആഗ്രഹിച്ചു വന്ന പുലി ഭക്ഷണം കിട്ടാതെ മടങ്ങേണ്ടി വന്നാലുള്ള വിഷയം എന്താ? അങ്ങനെ ഉദാഹരിച്ചുകൊണ്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പിന്നെ ഗർഭിണിയായ പുലി ഇര തേടി വന്ന പുലിയെപ്പോലെ എന്നും ചരിത്രത്തിൽ കാണാം. ഏതായിരുന്നാലും ഉദ്ദേശിച്ചു വന്ന കാര്യം നേടാതെ തിരിച്ചു പോകുന്നതിലുള്ള ദുഃഖവും പേറിക്കൊണ്ടാണ് ആ പുലിക്കുട്ടികൾ തിരിച്ചു പോയത്. ഈ സമയത്ത് റസൂലുള്ളാഹിനെ നോക്കിക്കൊണ്ട് ഉത്ബത്തും ഷൈബത്തും വലീദും കൂടി വെല്ലുവിളിച്ചു പറഞ്ഞു, മുഹമ്മദേ, നീ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ പറയാണ്, ബാളും മാക്ക ഉമ്മുൽ ഖുറാവിന് ബന്ധവരാകിരണം ഭംഗീഷമെങ്കിൽ നീ ഒരുത്തൻ ഭവിത്തെടുത്തുള്ള ഗുണം. ഞങ്ങള് നിന്നെ തേടി വന്നത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. നീ ഉണ്ടാക്കി തീർത്ത ഭവിഷ്യത്ത് എത്ര? കോളിനിൻ വാക്കുകൾ ഔവൽ ബൈന്ദൻ ഹുവൈലിദിൻ വീണ്ടെടുത്ത് കോൽമേനി നായകിയാൽ ഖദീജാനിൻ സൗജത്ത് സമ്മതിത്തേ. മക്കത്തെ രാജാത്തിയായ ഖദീജയുടെ സ്വത്തുക്കൾ മുഴുവനും അവളെ കല്യാണം കഴിച്ച് നീ കയ്യിലാക്കി. എന്നിട്ട് അത് കൊടുത്തിട്ട് ആളവൾക്കുള്ള കുടാ കൊടുത്തും അഹിൽ ചില്ലറപ്പെടുത്ത് ആടും പശക്കം എന്നാണത്തം നിന്നിൽ ആടി പരക്കെ ഒത്തെ ആ പണം കൊടുത്ത് നീ നിന്റെ പാർട്ടിയിലേക്ക് ആളെ കൂട്ടി. അങ്ങനെയാണ് നീ ആള് വലുതായത്. അതുകൊണ്ട് അവിടെ ജനിച്ച് ഞങ്ങളെ നിന്റെ കൂടെ വിശ്വസിച്ച് ഞങ്ങളെ വെല്ലുവിളിച്ച് പോന്ന, ഞങ്ങളെ പേടിച്ചു പോന്ന കുറെ ആൾക്കാർ നിന്റെ കൂട്ടത്തിലുണ്ടല്ലോ. അവർ നമ്മളെ ആളുകളായാലും വേണ്ടില്ല, അവരിങ്ങോട്ട് പറഞ്ഞയക്ക്, മുഹാജിറുകൾ അവര് വരട്ടെ എന്ന് പറഞ്ഞ സമയത്ത് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമാകുന്ന മുഹാജിറുകൾ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ പോകാം റെഡിയായി അവർ കാത്തിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ 3 പുലിക്കുട്ടികളുടെ പേര് വിളിച്ചു മുഹാജിറുകൾ. അവരതാ അടർക്കളത്തിലേക്ക് ഇറങ്ങുന്നു. മുഹാജിറന്റെ വാക്കു കേട്ട് മുന്തി 3 സിംഹരാം. മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറാം. ജിഹാജിഹത്തർ 2 സ്വഫിടക്ക് ചെണ്ട് ഹാനിറാം. ചീർമതം തരിത്ത് കൊണ്ട് ചോടിയന്ത കാഫിറാം. മുഹാജിറന്റെ വാക്കു കേട്ട് മുന്തി 3 സിംഹരാം. മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും ഹൈദറാം. മഹാബിലത്തെ മുറ്റബ് താലിങ്ങളെ ഇറാം. മസലടുത്തെ ഉങ്ങളാരടുക്കുമേ മുഹാജിറാം. മുഹാജിറന്റെ വാക്കു കേട്ട് മുന്തി 3 സിംഹരാം. മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറാം. മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി 3 സിംഹരാം. മുഹാജിറുകളാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് കേട്ടതോടുകൂടി 3 പുലിക്കുട്ടികൾ ചാടി എഴുന്നേറ്റു. ആരൊക്കെയാണവർ? മുന്നിലെ ഉബൈദത്തും
ഉബൈദത്തും പിൻ ഹംസയും ഹൈദറാം. മുന്നിൽ തന്നെ ചാടി എഴുന്നേറ്റത് 63 വയസ്സുകാരനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ആണ്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ആണ് ചാടി എഴുന്നേറ്റ് ആദ്യം മുമ്പിലേക്ക് നിന്നത്. പിന്നെ ഹംസയും ഹൈദറാം, പിന്നെ ഹംസത്തുൽ കറാറും, പിന്നെ ഹാജിപ്പുലി റളിയല്ലാഹു അൻഹു. യുദ്ധത്തിന് പോകുമ്പോൾ പോലും പ്രായത്തെ മാനിച്ചു എന്ന് വേണം നമ്മൾ ഇവിടെ പറയാൻ. പ്രിയപ്പെട്ടവരെ, സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. ഏതായിരുന്നാലും ഈ പുലിക്കുട്ടികൾ നേരെ ചെന്ന് ജീർമതം തരിത്തുകൊണ്ട് ചോടി അന്ത കാഫിറാം, നേരെ അങ്ങോട്ട് ചെന്ന് അപ്പോൾ കാഫിരീങ്ങളായ ഉത്തുബത്തും ഷൈബത്തും വലീദും അവരോട് ചോദിച്ചു, മഹാബിലത്തമുറ്റ അബു താങ്കളെ ഇറാം മസാലുടുത്ത് ഉങ്കളാരാ ദുഃഖമൈ മുഹാജിറാം. ഉമയും നിങ്ങളാരാ? ഞങ്ങൾ യമൈ മുഹാജിറ, ഞങ്ങള് മുഹാജിരിങ്ങളാ. ഇഹാനത്താക്കിടേണ്ട നീർ അറിയുമല്ലോ അക്സറാം, എങ്കളും പിറയുന്തോരാകും ഫീ ഉമ്മുൽ ഖുറാം. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉത്ബത്തിനോട് കളിയാക്കേണ്ട ഉത്ബത്തെ, നമ്മൾ രണ്ടു കൂട്ടരും പിറന്നത് ഉമ്മുൽ ഖുറാവിലാണ്, മക്കയിലാണ്. എന്നിട്ട് ഞങ്ങൾ ആരാന്ന് ചോദിച്ച് ഞങ്ങളെ കളിയാക്കണ്ട. അതുകൊണ്ട് ഇപ്പോ നമുക്ക് ഒത്തു വന്നിട്ടുണ്ടല്ലോ, നമ്മൾ ബറാബറായിട്ടുണ്ട്. ഉത്ബത്തും പറഞ്ഞു, ഇപ്പൊ ബറാബറായിട്ടുണ്ട്, കുഫു ഒത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പടപൊരുതാം, നിങ്ങളും നിങ്ങളെ കാത്തിരുന്നാണ് ഞങ്ങളും ഈ സമയം വരെ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉത്ബത്തിന്റെ നേരെയും മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഷൈബത്തിന്റെ നേരെയും ബഹുമാനപ്പെട്ട അലി പുലി റളിയല്ലാഹു അൻഹു വലീദിന്റെ നേരെയും ചെന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, പൊരിഞ്ഞ പോരാട്ടം അറക്കളത്തിൽ നടക്കുകയാണ്. 3 ഭാഗങ്ങളിലായിക്കൊണ്ട് 3 പുലിക്കുട്ടികൾ ഇസ്ലാമിന് വേണ്ടി ആ ശത്രുക്കളുമായി പടവരുന്ന രംഗം മഹാനായ മോയിൻകുട്ടി വൈദ്യർ വളരെ സുന്ദരമായ ശൈലിയിൽ നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്. ഇരുപുറം തഹയറിനാൽ നിലക്കവേ ഇകൾ ഹംസ ശൈബത്തുമായി തിരക്കവേ ഒരു ഹരിശേരി ഹംസത്താനടുക്കവേ ഒരു വെട്ടുകൊടയുടനെ തടുക്കവേ ഇറമുറ്റിക്കൂടെ ശൈബത്തേക കുത്ത് താനൊഴിത്ത് തെറി ഹംസ പാടെ കലുകത്താലടിത്തിട്ടോൻ തടുത്ത് തടവോട് നീട്ടും അടവോട് ചാട്ടും തടമിട അടൽ കൊട് തുടർബിന കടുകട തടിപൊടുംബിന പല പാടും എത്തിര ചോടുരത്തൊയിൽ കരിശണമാലേ. വളരെയധികം വിശദീകരിക്കേണ്ട ഒരു യുദ്ധം. പുലിക്കുട്ടികളായ ഹംസ റളിയല്ലാഹുവിന്റെയും അലി റളിയല്ലാഹുവിന്റെ യുദ്ധം ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കിയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ചാടിവെട്ടി ഷൈബത്തിനെ തകർത്തെറിഞ്ഞു. ആ സമയത്ത് കുതിരപ്പുറത്തുനിന്ന് ഒരു ഭാഗത്തു കൂടെ നിന്ന് നോക്കുമ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. പൊരിഞ്ഞ പോരാട്ടം വലീദുമായി നടക്കുന്നു. ഭൂമി ലോകത്ത് പൊടിപടലം കൊണ്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. ആകാശത്തേക്ക് തട്ടുമാർ കൂട്ടമ്മ ശദിദ, കാട്ടലിൽ വലിത, കൊടുമയിൽ അലി ഒരു ലർഭവൻ ശിരമിലെ. വലീദ് അലിയെ തകർക്കാൻ വേണ്ടി മുന്നോട്ട് കുതിക്കുന്നു. അവസാനം അലി റളിയല്ലാഹു അൻഹു ഒറ്റ ശബ്ദം തക്ബീറിന്റെ ധ്വനികളോടുകൂടി നേരെ താഴോട്ട് വന്ന് കൊടുത്തൊന്ന് 2 പൊളിയായി മാറി. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഒരു ഭാഗത്ത് കൂടെ പോയി പൊടിപടലങ്ങളൊക്കെ ഇങ്ങനെ താഴ്ന്നു വരുമ്പോ അവരിങ്ങനെ ശ്രദ്ധിക്കുമ്പോണ്ട് കലമ്പുന്നപ്പോൾ ഉബൈദത്തും കടുകവപ്പെടുത്തണമെന്നുത്തുബത്തും മലം പൂലി ഫലം മലഫലം കുലുങ്ങിടും തായമേകുത്തും മഹചുമടടി കുതിരാകളും ചുത്തും. മല പോലും കുലുങ്ങിപ്പോകുന്ന രീതിയിൽ പൊരിഞ്ഞ പോരാട്ടം ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉത്തുബത്തുമായി നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോരാട്ടത്തിനിടയിൽ ഉത്തുബത്ത് ഉബൈദത്തിനെ വെട്ടാൻ വേണ്ടി വാളങ്ങോട്ട് ഉയർത്തി താഴ്ത്തിങ്ങനെ കൊണ്ടുവന്നതോടുകൂടി മഹാനായ ഉബൈദത്ത് തലൊന്ന് ചെരിച്ചു. പക്ഷെ ആ നേരെ വാള് വന്ന് പതിച്ചത് തന്റെ കാൽത്തുടയിലായിപ്പോയി. കാൽത്തുടയിൽ പതിച്ചതോടുകൂടി പിന്നെ കുതിരപ്പുറത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല, പെട്ടെന്ന് മറിഞ്ഞു വീണു. ഈ സമയത്ത് ഉത്തുബത്ത് നോക്കുമ്പോ തന്റെ രണ്ട് സഹോദരങ്ങൾ, ഒന്ന് സഹോദരനും തന്റെ മകനും യമപുരിയിലേക്ക് യാത്രയായി കിടക്കുന്ന രംഗം കണ്ടപ്പോ ഉത്തുബത്തിന് വല്ലാത്ത ദേഷ്യം പിടിച്ചു. ഉത്തുബത്ത് നേരെ പറഞ്ഞു ഉബൈദത്തിനോട്, ഉബൈദ, നിന്നെ കൂടി കൊല്ലാതെ ഞാൻ തിരിച്ചു പോയാൽ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. എന്റെ ഷൈബത്തിനെ നിന്റെ ഹംസ കൊന്നു, എന്റെ വലീദിനെ നിന്റെ അലി കൊന്നു, അവരത് അവിടെ നോക്കിച്ചിരിക്കുക. ഇനി നിന്നെ കൂടി കൊല്ലാതെ ഞാൻ പോയാൽ ഞങ്ങൾക്ക് പരാജയമല്ലേ, അതുകൊണ്ട് നിന്നെ കൊല്ലാൻ പോവാന്നും പറഞ്ഞിട്ട് വാളും കൊണ്ട് ഉയർത്തിയതോടുകൂടി പ്രിയപ്പെട്ടവരെ മഹാനായ അലി റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹും ഓടി വന്ന് ആ വാള് പിടിച്ചു ഉത്തുബത്തിനെ വകവരുത്തി എന്ന് ചരിത്രത്തിൽ പറയുന്നു. പക്ഷേ മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു നോക്കുന്ന സമയത്ത് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു കടന്നു പെടുകയാണ്.
ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനും ഹംസ റളിയല്ലാഹുവിനും കൂടി ആ സമയത്ത് ഉബൈദുല്ലാഹിനെ ഏറ്റി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഭാഗം ശ്രദ്ധിക്കുക. പുകിന്താറിരുപേരും അതീക്ഷണത്തിൽ പുകഴം ഹബീബുള്ള തിരുമുമ്പെത്തി ചുഗന്ധേ ഉബൈദത്തെ എടുത്തത് അമ്മ ചൊരിന്ത് വരും വഴിക്കൊഴുകൈതമ്മ നികരറ്റവർ യാസീൻ ഹബീബുല്ലാന്റെ നേശത്തിരുമുമ്പിൽ കിടത്തിക്കൊണ്ടേ ഉഗന്ധനജിയുള്ളാടവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ന്നിട്ട് റസൂലുള്ളാവേ ബെഞ്ചക്കളം വിട്ട് പിരിന്തോന്നാനേ വെളിച്ചെറു ഷഹീദാമോ അനാ പൊന്മാനേ പൊൻചമ്പകപ്പൂച്ചുണ്ടനക്കി ഉമ്മീ പോറ്റി ഹുസൈനാലോറ്റയബ്ന അമ്മീ ചഞ്ചൽ ഫളുലുറ്റ ഷഹീദാകും നീ ചെവിന്ത് ഉബൈദത്തോർ ഷിഅറുണ്ടുന്നീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഹംസ റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനും കൂടി ഉബൈദ റളിയല്ലാഹുവിനെ ഏറ്റിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് ചെന്നു. നികരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ നേശത്തിനു മുമ്പിൽ കിടത്തിക്കൊണ്ട് ഉഗന്ധനജിയുള്ളാടവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ന്നിട്ട് റസൂലുള്ളാവേ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് എത്തിയപ്പോ റസൂലുള്ളാഹിനോട് അവർ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, വെഞ്ചക്കലം വിട്ട് പിരിന്തോനാണ് വെളിചേർ ഷഹീദാമോ അനാ പൊന്മോനെ. ഞാൻ ഷഹീദാവാൻ വേണ്ടിയിട്ടാണ് ഉത്തുബത്തുമായി പടപൊരുതാൻ അടർക്കളത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷെ കാൽ തുടക്ക് വെട്ടുപറ്റി കുതിരപ്പുറത്തുനിന്ന് വീണ കാരണം എനിക്ക് പിന്നെ അവനുമായി യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ല. ഹംസ റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനും കൂടി എന്നെ ഏറ്റി അങ്ങയുടെ മുമ്പിലേക്ക് കൊണ്ടുവച്ചിരിക്കുന്നു നബിയെ. ഇവിടെ വെച്ചിട്ട് ഞാൻ മരണപ്പെട്ടു പോയാൽ ഷഹീദിന്റെ ഫലമുണ്ടോ? പൊൻചമ്പകപ്പൂ ചുണ്ടനക്കി ഉമ്മീ പോറ്റി ഹുസൈനാലുറ്റയ ഇബ്നു അമ്മീ ചഞ്ചൽ ഫളുലുറ്റെ ഷഹീദാകും നീ ചെവിത്ത് ഉബൈദത്തോർ ഷിഅറുണ്ടുന്നീ. ഏറ്റവും ഫളുലായ ശുഹദാക്കളാണ് നിങ്ങൾ, ഏറ്റവും ഫളുലുറ്റെ ഷഹീദാണ് ഉബൈദ. നിങ്ങൾ മരണപ്പെട്ടു പോയാലെന്ന് പറഞ്ഞപ്പോ ആ ഒരു സന്തോഷം കൊണ്ട് മഹാനായ ഉബൈദ റളിയല്ലാഹു പാടിയതൊക്കെ നമുക്കറിയുമല്ലോ. ഫയ്യഖ്തഉരിജിലി ഫഇന്നീയ മുസ്ലിമുൻ വഅർജൂ ബിഹി ഐശം മിനല്ലാഹി ആലിയാ ഫൽബസനി അർറഹ്മാനു മിൻ ഫളി മന്നിഹി ലിബാസം മിനൽ ഇസ്ലാമി വത്തൽ മസാവിയാ. സന്തോഷം കൊണ്ട് പാടി ശത്രുക്കളെ മുഖത്തേക്ക് നോക്കി, നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഷഹീദാണ്. ആ സന്തോഷം അവിടെ പങ്കുവച്ചു. പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ മണ്ണിൽ സഫറായിൽ മറൈത്താവരാ മഗജ് അടേതാമെന്നവർക്ക് ഉമറാ. തിരിച്ചു പോകുന്ന സമയത്ത് സഫറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവിടെയാണ് ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു ഖബറൊരുക്കിയത്. മഹാന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവരോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പിന്നീട് ബദറിന്റെ സംഭവങ്ങൾ വിശാലമാണ്. കൂട്ടയുദ്ധം പിന്നീട് അങ്ങ്
നടന്നുകൊണ്ടിരിക്കുക. പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട യുദ്ധങ്ങളൊക്കെ നടന്നുവെങ്കിലും കൂട്ടയുദ്ധം നടന്നപ്പോഴാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഓടിപ്പോകുന്ന ആളുകളെ കൂടി ചിറപിടിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. പക്ഷെ നോക്കുന്ന സമയത്ത് 70 ആളുകളെ കിട്ടിയിട്ടുണ്ട്, 70 ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് റസൂൽ നോക്കുമ്പോ മുഖ്യ ആളെ കാണുന്നില്ല, അധ്യക്ഷനെ കാണുന്നില്ല. അപ്പൊ റസൂൽ ചോദിച്ചു, എവിടെ പോയി അബൂജഹൽ എവിടെ? നബികൾ റസൂലുകൾക്കും നായകം ഖാത്തിമാൻ നബി തങ്ങൾ സുഹാബിമാരിലെല്ലാം നാടി അബൂജഹീലങ്കേ. എവിടെ പോയി അബൂജഹൽ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാനും അവനുമായി അടർക്കളത്തിൽ വെച്ച് ഒരു സമയത്ത് യുദ്ധം നടന്നിട്ടുണ്ട്. ഞാൻ അവന്റെ കാൽ തുടക്ക് വെട്ടി അവൻ ഒരു ഭാഗത്ത് മറിഞ്ഞു വീണപ്പോ അവന്റെ മകൻ ഇഖ്രീമ ഞാനുമായി യുദ്ധം ചെയ്തു. എനിക്ക് വെട്ടുപറ്റി. ഞാൻ അങ്ങനെ അടുക്കലേക്ക് വന്ന സംഭവമൊക്കെ റസൂലുള്ളാഹിക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, നിങ്ങളൊന്ന് പോയി പരതി നോക്ക് അവൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ സ്വഹാബത്ത് ഒന്നാകെ പരതാൻ തുടങ്ങി. അവർ സഞ്ചരിച്ചപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു പാറക്കെട്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. പോയി നോക്കുമ്പോൾ അബൂജഹലാണ്. നേരെ നിന്നു. ഒരു കാലിന്റെ ഭാഗത്ത് വെച്ച് ഇങ്ങനെ ഇളക്കി നോക്കിയപ്പോൾ അനങ്ങുന്നില്ല. ചത്തുകിടക്കുന്നത് പോലെ, ജീവനില്ലാത്തതുപോലെ തോന്നി. അവസാനം മറിച്ചിട്ടപ്പോൾ അബൂജഹൽ എഴുന്നേൽക്കാൻ വേണ്ടി ഭാവിച്ചു. ഉടനെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് അബൂജഹലിന്റെ നെഞ്ചിലേക്ക് കയറിയിരുന്നിട്ട് പറഞ്ഞു, കേളടാ അബൂജഹലെ, കേളടാ കൊടിയ കേട, കേളടാ ചടയ മുട, കേളടാ തുടിതുടിക്കും ചകയ, കടുകടുക്കും പകയ, ജഹലെ കേളടാ. അബൂജഹലെ, നിനക്കിനി ചാൻസ് ഉണ്ട്. അള്ളാഹുവിന്റെ പ്രവാചക അടുക്കലേക്ക് നീ വന്നാൽ നിനക്ക് എല്ലാ സംരക്ഷണവും ഞാൻ വാങ്ങിത്തരാം, സുന്ദരമായി നിനക്ക് ഞങ്ങളെ കൂട്ടത്തിൽപ്പെടാം എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ഒരുപാട് ബഹുമതികളൊക്കെ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, കാട്ടിൽ ആട് മേയ്ക്കണോനെ മസൂദെ, എന്റെ നെഞ്ചിൽ കയറി എന്നിട്ടാണ് നീ മുഹമ്മദിന്റെ പോലീസ പറയുന്നത്, അതുകൊണ്ട് ഇറങ്ങിപ്പോ, മുഹമ്മദിനെ അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞ് മരിക്കാൻ കിടക്കുമ്പോഴും ഭീമ്പളക്കിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി. അങ്ങനെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്ത് ചെയ്തു? തന്റെ വാളിങ്ങോട്ടെടുത്തിട്ട് അവനെ കൊല്ലാൻ വേണ്ടി ഓങ്ങിയ സമയത്ത് അവൻ പറഞ്ഞു, നിന്റെ ആ വാളുകൊണ്ടൊന്നും എന്റെ തല മുറിക്കാൻ നിനക്ക് കഴിയില്ല, അതുകൊണ്ട് ഇന്ന് പിടിച്ചോ, ക്രൂളന്റെ മൂർച്ചയുടെ ബാലന്റെ ഇതാഹുദ് ബീളൻ കഴുത്ത് മുറിനി, നിന്റെ വാള് മാറ്റിവെച്ചിട്ട് എന്റെ ഈ മൂർച്ചയുള്ള വാള് കൊണ്ട് നീ മുറിക്കണം. അപ്പൊ ആ സമയത്ത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ഞെട്ടിപ്പോയി. കാരണം സ്വന്തം തലമുറിക്കാൻ സ്വന്തം വാള് കയ്യിൽ നിന്ന് അവൾ കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു, നീ എന്റെ വാള് മുറിക്കണേ, എന്റെ തലമുറിക്കാൻ കുറച്ച് നിബന്ധന കൂടിയുണ്ട്. എന്താ നിബന്ധന? നീളത്തിൽ എന്റെ കളം കീഴറ്റമായ ഉയർത്തപ്പോ അറ്റമായ തലമിൽ നീട്ടിപ്പിടിപ്പ് ഫോട്ടിത്താറുത്തിടുക കൂട്ടിക്കോ സത്യവരമേ. നീ തല നീട്ടിപ്പിടിച്ചിട്ട് എന്റെ നാവ് പുറത്തേക്ക് തെറിച്ചു വീഴണം, കണ്ണ് തുറിക്കണം, ആ രീതിയിൽ എത്തുന്നതുവരെ തല നീട്ടിപ്പിടിക്കണം, എന്നിട്ട് വലിച്ചു പിടിച്ചറക്കണം. ഇതാ നിബന്ധന. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ചോദിച്ചു, അങ്ങനെ കറക്കേണ്ട ആവശ്യം എന്താ അങ്ങനൊക്കെ ചെയ്യേണ്ടത്? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിനോട് അബൂജഹൽ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്റെ തല മുറിച്ചിട്ട് നീ കൊണ്ടുപോകുന്നത് മുഹമ്മദിന്റെ അടുക്കലേക്കല്ലേ, അപ്പൊ ഈ കണ്ണും നാവോ കൂടി തുറച്ചു കാണുന്ന ഈ രംഗം കണ്ടിട്ടെങ്കിലും മുഹമ്മദ് പേടിച്ചോടണം എന്നാണ് അവന്റെ മറുപടി. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടപ്പോ മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ ശിരസ്സുങ്ങോട്ട് മുറിച്ചെടുത്തു. ആണേ അതുവാക്കൽ അറുത്ത് ഇബ്നു മസ്ഊദ് എടുത്താറംസ ചെനക്കളം വിട്ട് അവർ നാടന്നാർ സിംഹർ നബിയാരെ തിരുവും മുൻപന്താർ ഞാനക്കഴുവേരിൽ ബിരുത്തി സാദാ നബിയെ ജഹിൽ തന്റെ റസാമാദാ. അങ്ങനെ തല മുറിച്ചെടുത്ത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നബിയെ ഇത് അബൂജഹലിന്റെ തലയാണ്. അതങ്ങോട്ട് കണ്ടതോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകർ സുജൂദിൽ വീണു, അള്ളാഹുവിനെ സ്തുതിച്ചു. അങ്ങനെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിനോട് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അവൻ പറഞ്ഞ ബീംബത്തരങ്ങളൊക്കെ റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കേട്ടോ സഹാബ, എല്ലാ പ്രവാചകന്മാർക്കും ഫിറഔന്മാരുണ്ടായിട്ടുണ്ട്,
കുല്ലുഹും സഗീറ, അവർക്ക് ചെറിയ ചെറിയ ഫിറൗന. എന്നാൽ എന്റെ ഫിറൗൻ എന്തെങ്കിൽ മരിക്കുന്ന സമയത്ത് പോലും സ്വന്തം വാള് കയ്യിൽ കൊടുത്തിട്ട് തലമുറിക്കാൻ വേണ്ടി ഭീഷണി മുഴക്കി എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ തലമുറിക്കണമെന്ന് ഷർത്ത് വെച്ചുകൊണ്ട് മുറിപ്പിച്ച ഇവനാണ് ഏറ്റവും വലിയ ഫിറൗൻ. അവന്റെ ലാനത്തിനെ തൊട്ട് അല്ലാഹ് നമ്മളെ കാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ 70 ആളെ പിടിക്കപ്പെട്ടു, 70 ആൾ കൊല്ലപ്പെട്ടു, 14 പേർ ഷഹീദായി. അള്ളാഹു ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ ഒരമലാക്കി സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് തെറ്റുകളുണ്ടാവും, ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. നിങ്ങളൊക്കെ പൊറുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.